ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇൻട്രോ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കരമായിട്ട് ഉണ്ടാവും, ഒന്ന് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കേട്ടല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ചെങ്കിൽ ഞാൻ സിസ്റ്ററിന് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൽ വീഡിയോ ചെയ്യൽ എൻ്റെ സിസ്സും, അതുപോലെ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും കമ്പനിയെ റിപ്ലൈ ചെയ്യലും ഒക്കെ ഞാനുമാണ്. അപ്പോൾ വീഡിയോ ചെയ്യലെന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ ചെയ്യൽ അവളാണ്. പക്ഷേ എല്ലാം അവൾ എന്നല്ല, എന്നാലും ഇതിൽ ഇട്ട ഒരു 75% വീഡിയോസും അവളുടെ ക്രിയേറ്റിവിറ്റിയാണ്. പിന്നെ ഞാനും ചെയ്തതുണ്ട്, ഫ്ലവർ മേക്കിങ്ങും പിന്നെ മൊബൈൽ കവർ, അതുപോലെ ഹെയർ ബാൻഡ്, അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രാഫ്റ്റ് ഓൾമോസ്റ്റ് ചെയ്യൽ അവളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് പൊതുവേ പോകാറില്ല. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് ഐറ്റംസ് തന്നെ ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ട് തന്നെ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. പക്ഷെ മാഷാ അല്ലാ നല്ല സക്സസ് ആയിട്ടുണ്ട്. ചെറിയൊരു പാളിച്ചയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് നല്ല അടിപൊളി സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടല്ലോ. പക്ഷെ അവൾ പോലും എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഗിഫ്റ്റ് ഐറ്റംസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാനൊരു മെഷർമെൻറ്റോ അങ്ങനെ ഒന്നും എടുത്തിട്ട് ചെയ്യുന്നതല്ല. പക്ഷേ അങ്ങനെ മെഷർമെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും ഈ ഒരു ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷർമെൻ്റ് ഒന്നും ആവശ്യം ഇല്ല. നമ്മൾ ഫസ്റ്റ് അതിൻ്റെ കവർ ഭാഗമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രണ്ട് ഭാഗവും സെയിം അളവെടുത്ത് ഇപ്പോൾ ഇതിൽ ജസ്റ്റ് വെക്കുന്നത് പോലെ വെക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ ഒരു സ്ക്വയർ നമുക്ക് ഈ ഒരു കവറിനും കാട്ടി 1 ഇഞ്ച് എല്ലാ 4 സൈഡിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് ഒന്ന് എടുക്കുക. ഞാൻ പക്ഷേ കറക്റ്റ് അളവിൽ തന്നെ എടുത്തത് കൊണ്ട് ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. പിന്നെ അത് കട്ടാക്കി ശരിയാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾക്ക് തന്നെ കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ബോക്സ് ഉപയോഗിച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് സിസ്സിന് ആക്കി കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇവിടെയുള്ള കാർഡ്ബോർഡ് ബോക്സ് ഒന്ന് കട്ട് ചെയ്ത് ആക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കാനാണെങ്കിൽ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ക്രാഫ്റ്റ് മെറ്റീരിയൽ വിത്ത് റേറ്റ് എന്ന് വെച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കാർഡ്ബോർഡ് ഷീറ്റ് തന്നെ നമുക്ക് 40 റുപ്പീസിന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെങ്കിലും ഒന്ന് കണ്ടു നോക്കൂട്ടോ. അപ്പോൾ നമുക്ക് കസ്റ്റമറിനൊക്കെ അത് വെച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കസ്റ്റമറിൻ്റെ റേറ്റൊക്കെ അനുസരിച്ചിട്ട് ഇതിലും ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു പ്രോബ്ലവും ഇല്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെഷർമെൻ്റ് ഇല്ലാതെ ഒരു ബോക്സ് തയ്യാറാക്കുമ്പോൾ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് നമ്മൾ ഈ ചെയ്തെടുക്കുന്നുള്ളത് അതിൻ്റെ കവറാണ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ അതിനേക്കാളും ഓരോരോ ഇഞ്ച് 4 സൈഡിലും വിട്ടിട്ട് വേണം അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ബോക്സ് തയ്യാറാക്കിയെടുക്കാൻ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഞാൻ പിന്നെ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും പറയാതിരിക്കാൻ കാരണം നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് പറഞ്ഞാൽ ആ ഒരു ബോക്സ് മാത്രമേ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട അളവിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇത് ഒട്ടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട, അവിടെ കുറച്ചൊന്ന് വിട്ടിട്ട് വേണം നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ നമുക്കത് ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നല്ല, ആവില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് വിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയാണ്. ഇവിടെയെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇതൊരു ഒരു ഫാനിൻ്റെ കാർഡ്ബോർഡ് ബോക്സ് ആയിരുന്നു. അതൊരു വലിയ ബോക്സ്. അപ്പോൾ ഞാനത് എനിക്ക് വേണ്ട രീതിയിലൊന്ന് സൈസാക്കി എടുത്തതാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആ ഒരു കവറിന് കണക്കായിട്ടാണ് ഈ ഒരു സ്ക്വയർ മുറിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരിക്കലും മുറിച്ചെടുക്കാൻ പാടില്ല. ഓരോ ഭാഗത്തുനിന്നും ഓരോരോ ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് വിട്ടിട്ട് വേണം നിങ്ങൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റായി കിട്ടിക്കോളും. അല്ല നിങ്ങൾ ഈ ഒരു സ്ക്വയറാണ് ഫസ്റ്റ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിനേക്കാളും ഒരു അര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് വേണം ആ കവറൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കവർ ഫസ്റ്റ് ആക്കുന്നതാണെങ്കിൽ ഈ ഒരു സ്ക്വയർ ചെയ്തെടുക്കുമ്പോൾ അര ഇഞ്ച് കുറച്ചിട്ടും, അതുപോലെ ഫസ്റ്റ് മറ്റേതാണ് ചെയ്യുന്നതെങ്കിൽ അര ഇഞ്ച് കൂട്ടിയിട്ടും എടുക്കുക. അപ്പോൾ നമുക്ക് വെക്കുമ്പോൾ ഒന്ന് പെർഫെക്റ്റായി വെക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ ഈ വീഡിയോ കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, സ്കിപ്പ് അടിക്കാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ നീളത്തിൽ തന്നെ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഞാൻ എടുത്ത സ്ക്വയർ ഒന്ന് അതിന് കറക്റ്റായിപ്പോയി ഞാൻ ആക്കിയ കവറിന്. അപ്പോൾ നമുക്കൊരിക്കലും അത് കറക്റ്റായി ഒന്ന് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു കവറിന് അനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്, അതുകൊണ്ട് ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നമൊന്നുമില്ല. നമുക്കിത് ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ചാർട്ട് പേപ്പർ മുകൾ ഭാഗം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. താഴെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് കാണാനൊന്നും പോകുന്നില്ല. അപ്പോൾ അവിടെ ജസ്റ്റ് കവർ ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അര ഇഞ്ചൊക്കെ എല്ലാ ഭാഗത്തും വിട്ടു കൊടുത്ത് ഒന്ന് സ്ക്വയർ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു ബോക്സ് ആക്കി എടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ കവറിനേക്കാളും വലുതായിരിക്കും ആ സ്ക്വയർ. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഇഷ്ടമുള്ള ഗിഫ്റ്റ് ഐറ്റംസ്, നമുക്ക് ഓരോരാൾക്കും ഓരോ ഗിഫ്റ്റ് ഐറ്റംസ് വെക്കുന്നതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്ര വലിയ ബോക്സാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ ഒരുപാട് ഗ്ലൂ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നത്, നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആവുന്നതെന്ന് വെച്ചെങ്കിൽ അത് ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് സ്ക്രാപ്പ് ബുക്കിൻ്റെ പേജിൻ്റെ പീസും അതുപോലെ ഫോട്ടോസും ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് കോർക്ക് ലൈറ്റാണ്. അത് നമുക്ക് ആമസോണിലെല്ലാം അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് കോർക്ക് ലൈറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മളുടെ റേറ്റിന് ഏതാണോ സ്യൂട്ടബിൾ എന്ന് വെച്ചെങ്കിൽ അത് നമുക്ക് വാങ്ങാം. അപ്പോൾ അതാണ് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്.
ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് മൊത്തം ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. അപ്പോൾ അത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഫ്ലവർ വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ഇങ്ങനെ നമുക്ക് അടിപൊളിയായി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ കുറച്ച് ക്വാളിറ്റി കൂടിയ ഫ്ലവേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കി കണ്ടു നോക്കും. അപ്പോൾ ഇത് ആർക്കും അത്രയും പെട്ടെന്നൊന്നും പറയുന്നില്ല, കുറച്ചൊന്ന് മെനക്കെട്ടാൽ തന്നെ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഡ്രസ്സും അതുപോലെ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ വാച്ച് റിങ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വാച്ചും റിങ് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു ബോക്സ് ആക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നമ്മളുടെ വീഡിയോ കാണുന്നവരിൽ 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് ഇൻഷാല്ലാ ഇനി ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.